നിയമവിരുദ്ധമായി ഹജ്ജ് സേവന ക്യാമ്പയിനിൽ ഏർപ്പെട്ട ഈജിപ്ഷ്യൻ വനിതയെ മക്കയിൽ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഹജ്ജ് സേവനം നൽകുന്നതിന് അംഗീകൃത മാർഗമുണ്ട്. അംഗീകൃത മാർഗത്തിലൂടെ അല്ലാതെ ഹജ്ജ് സേവനം നൽകുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുവാൻ സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകർക്ക് അംഗീകൃത വഴികളുണ്ട്. മന്ത്രാലയം പരിചയപ്പെടുത്തിയ പോർട്ടലുകളിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും മുൻകൂട്ടി അനുമതി തേടിയുമാണ് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കേണ്ടത്. മറ്റു മാർഗങ്ങളിലൂടെ ഹജ്ജ് ചെയ്യുവാൻ ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. അപകടരഹിതമായും സുരക്ഷിതമായും ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനാണ് അധികൃതർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത് നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമായി ഹജ്ജ് കർമ്മം ചെയ്യുവാൻ അനുമതി നൽകാറുള്ളത്. പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ നിന്നുള്ള ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് മറികടന്ന് കുറഞ്ഞ ചെലവിൽ ഹജ്ജ് കർമ്മത്തിന് സൗകര്യമൊരുക്കാമെന്ന വ്യാജേന പലരും രംഗത്ത് വരാറുണ്ട്. ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയ ഈജിപ്ഷ്യൻ വനിതയാണ് ഇപ്പോൾ സൗദിയിൽ അറസ്റ്റിലായിട്ടുള്ളത്. അറസ്റ്റിലായ വനിതയെ പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറിയിരിക്കുകയാണ്. ഇവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിയമാനുസൃതമല്ലാതെ ഹജ്ജ് കർമ്മത്തിന് ശ്രമിക്കുന്നവർ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, മക്ക.